അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ലാസ്റ്റ് ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ഏതാന്ന്? ഏതാന്ന് ഓർമ്മയുണ്ടോ? കാർഡിനൽ ആൻഡ് ഓർഡിനൽ നമ്പേഴ്സ് അല്ലേ? കാർഡിനൽ നമ്പേഴ്സ് ആൻഡ് ഓർഡിനൽ നമ്പേഴ്സ്. അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ മിസ്? പഠിച്ചായിരുന്നോ? കാർഡിനൽ നമ്പേഴ്സ് ഓർഡിനൽ നമ്പേഴ്സ് സ്പെല്ലിംഗ് പഠിച്ചായിരുന്നോ എല്ലാരും? 5 times എഴുതി പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചോ? ഓക്കെ. അപ്പോ നിങ്ങളുടെ ആ പേജ് നമ്പർ 126 എടുത്തേ. ടെക്സ്റ്റിലെ പേജ് നമ്പർ 126 എടുത്തോ? അതില് കുറച്ച് ചിത്രം കാണുന്നുണ്ട് അല്ലേ? ഒരു എലിഫന്റ് ഉണ്ട്, ഒരു ഗോട്ട് ഉണ്ട്, ഒരു റാബിറ്റ് ഉണ്ട്, ഒരു ഡോഗ് ഉണ്ട്, ഒരു ഹോഴ്സ് ഉണ്ട്. കണ്ടോ? കാണുന്നുണ്ടോ? എന്താ അതിന് ഓരോന്നിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ടേ. എലിഫന്റിന്റെ പേരെന്താ? ബോലു. എലിഫന്റിന്റെ പേരെന്താ? ബോലു. ഗോട്ടിന്റെ പേരെന്താ? ഗോലു. എന്തൊക്കെ പേരാ അല്ലേ? നമ്മളെ പോലെ ബിയോണ, ഇഷിക, അല്ലെങ്കിൽ ഹാദിയ, അല്ലെങ്കിൽ ദേവർഷ, ഐഫൂന, ഇതൊക്കെ എത്ര നല്ല പേരാ നോക്കിയേ. ഇതോരോ പേര് കൊടുത്തിരിക്കുന്നൊക്കെ. ബോലു, ഗോലു, ചീക്കു, ഷേരു, ഹിറ, എന്തൊക്കെ പേരാ അല്ലേ കൊടുത്തേ? വായിക്കാൻ പറ്റുന്ന പേരൊക്കെ കൊടുത്തൂടെ ടെക്സ്റ്റിനകത്ത്? ഇതൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പറയാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എലിഫന്റിന്റെ പേര് ബോലു, ഗോട്ടിന്റെ പേര് ഗോലു, റാബിറ്റിന്റെ പേരെന്താ? ചീക്കു, ഡോഗിന്റെ പേര് ആ പുള്ളിയുള്ള ഡോഗിന്റെ പേരെന്താ? ഷേരു. ഷേരുന്ന് കേട്ടിട്ടുണ്ടോ? ഷേരു, ഷേർഖാൻ. ഷേർഖാൻ അറിയോ? കാർട്ടൂണിൽ ഷേർഖാൻ അറിയില്ല? മൗഗ്ലി എന്ന് പറയുന്ന കാർട്ടൂൺ അറിയോ? മൗഗ്ലി. അതിനകത്ത് ഷേർഖാൻ അറിയോ? അതില് ദുഷ്ടനായ കടുവ ഷേർഖാൻ. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഷേരു. അപ്പൊ നമ്മൾ ഈ പട്ടിക്കുട്ടിയെ നമ്മൾ ഷേരു എന്നാ വിളിക്കുന്നത് കേട്ടോ. അടുത്തതൊരു ഹോഴ്സ്, കുതിര. കുതിരയുടെ പേരെന്താ? ഹിര. അയ്യോ എന്ത് പേരല്ലേ അത്? ഹിര. ഒരു രസമില്ല അല്ലേ കേക്കാൻ? ഹിര. അൻവിത എന്നൊക്കെ എന്ത് നല്ല പേരാ നോക്കിയേ. അൻവിത, നാസ, അമൃത. അപ്പൊ ആൺകുട്ടികൾക്ക് സങ്കടാവും. ആദ്യത്തെ നല്ല പേരാ. ജോവിൻ, ജോയൽ, ഏബൽ, അലൻ ജോസഫ്, ജിയ റോസ്, റയാൻ. എന്ത് നല്ല പേരാ ഇതൊക്കെ. ഇതുപോലുള്ള പേരൊക്കെ ഇട്ടൂടെ ടെക്സ്റ്റിനകത്ത്? എന്നാ പറയാൻ എന്ത് സുഖം അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ എത്ര ആനിമൽസ് ഉണ്ട്? ആ പേജിൽ എത്ര ആനിമൽസിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്? എല്ലാവരുടെ പേരും വിളിച്ചു, കുറച്ച് പേരുടെ പേര് മാത്രം വിളിച്ചില്ല. നിങ്ങൾക്ക് വിഷമം വേണ്ട കേട്ടോ. ഷേബറയുടെയും പിന്നെ ദീക്ഷിതിന്റെയും നൈലയുടെയും നിയാദാസിന്റെയും പിന്നെ ആരുടെ വിളിക്കാത്ത നിവേദ്യയുടെയും ഒക്കെ പേര് നല്ല പേരാണേ. മിസ് പെട്ടെന്ന് കാണുമ്പോൾ ഉള്ള പേര് പറഞ്ഞത്. എല്ലാവരുടെ പേരും നല്ല പേരാണേ. ഐഫൂന, അയ്യോ ഐഫൂനയുടെ പേര് നല്ല പേരാ. ഐഫൂന ചോദിക്കണ്ട, ഐഫൂനയുടെ നല്ല പേരാ കേട്ടോ. ഓക്കെ. അപ്പൊ എത്ര ആനിമൽസ് ഉണ്ട് അവിടെ? 5 ആനിമൽസ് അല്ലേ? അപ്പോ 5 ആനിമൽസിന് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ടോ നിങ്ങള്? 5 ആനിമൽസിന് ഓരോ നമ്പർ കൊടുത്തിരിക്കുന്നത് കാണുന്നുണ്ടോ? എലിഫന്റിന്റെ താഴെ 1, ഗോട്ടിന്റെ താഴെ അതായത് ഗോലുവിന്റെ താഴെ 2, ചീക്കുവിന്റെ താഴെ 3, ഷേരുവിന്റെ താഴെ 4, ഹിറയുടെ താഴെ 5. കണ്ടോ ഓരോ നമ്പർ കൊടുത്തിരിക്കുന്നത്? കണ്ടോ? അപ്പോ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? കാർഡിനൽ നമ്പേഴ്സും ഓർഡിനൽ നമ്പേഴ്സും എന്തൊക്കെയാന്ന് പഠിക്കണം. അതിന് വേണ്ടിയിട്ടാ മിസ് കഥയൊക്കെ പറയുന്നത് കേട്ടോ. കഥ മാത്രം കേട്ടോണ്ടിരുന്നാ പോരാ, ഇതൊക്കെ എന്താന്നും പഠിക്കണം. ഓക്കെ. അപ്പോ ബോലു എവിടെയാ നിക്കുന്നേ? ബോലു എവിടെയാ നിക്കുന്നേ? ഏത് നമ്പറിന്റെ അടുത്താ ബോലു നിക്കുന്നേ? 2ന്റെ അടുത്താണോ? അല്ല, 1ന്റെ അടുത്ത് അല്ലേ? 1ന്റെ അടുത്തല്ലേ നിക്കുന്നേ? അപ്പോ we can say
Bolu is at the first position. Bolu 1 എന്ന് പറയുന്ന നമ്പറിന്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് Bolu is at the first position. Sir. Just പോയതാ. ആഗസ്റ്റ് മുതലാണ് ഇപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ? ബോലു എവിടെയാ നിൽക്കുന്നേ? ബോലു എവിടെയാ നിൽക്കുന്നേ? 1 ഏരിയ നമ്പറിന്റെ അടുത്ത്. സോ വി ക്യാൻ സേ ബോലു is at first position. അല്ലെ, നിങ്ങൾ ഈ സ്കൂളിൽ ഓട്ടമത്സരമൊക്കെ നടത്തിയാല് ഫസ്റ്റും സെക്കൻഡും തേർഡും പറയുമ്പോ സ്കൂൾ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, ഫസ്റ്റിന് കുറച്ച് വലിയൊരു ടേബിൾ പോലത്തെ ഒരു സ്ഥലം, അതിന് തൊട്ട് താഴെ കുറച്ച് ഉയരം കുറഞ്ഞ സെക്കൻഡിന്, അതിലും ഉയരം കുറഞ്ഞ തേർഡ് പൊസിഷൻ, അങ്ങനെ നമ്പർ ഇട്ടിട്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയവരെ നിർത്തും. ഒളിമ്പിക്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഗെയിംസില് അത്ലറ്റിക്സിലൊക്കെ പ്രൈസ് കിട്ടുന്നവർക്ക്, അതായത് ഓട്ടത്തിലും ഹൈ ജമ്പിലും ലോങ് ജമ്പിലും അങ്ങനെ ഉള്ളതിനൊക്കെ ഫസ്റ്റും സെക്കൻഡും പ്രൈസ് കിട്ടുന്നവരെ അങ്ങനെയാ നിർത്തുന്നത്. അപ്പോ
1 എഴുതിയ നമ്പറിന്റെ അടുത്ത് നിൽക്കുന്നവരെ നമ്മൾ എന്ത് പറയും? They are at the first position. എന്ത് പറയും? ഫസ്റ്റ്. ഏത് പൊസിഷനിലാ? ഫസ്റ്റ്. നിങ്ങൾ എപ്പോഴും ക്ലാസ്സിൽ ഫസ്റ്റ് ആവാനല്ലേ നോക്കുന്നേ? പഠിച്ചിട്ട്, കുരുത്തക്കേട് കളിച്ചിട്ടല്ല, പഠിച്ചിട്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നവരെ നമ്മൾ എന്ത് പറയും? ക്ലാസ്സിൽ ഫസ്റ്റ് ആണെന്ന് പറയും അല്ലേ? അപ്പൊ നിങ്ങൾ എന്തിനാ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്? എന്തിനാ? ക്ലാസ്സിൽ ഫസ്റ്റ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കണം. എങ്ങനെ ഫസ്റ്റ് ആവാൻ? നല്ല മാർക്ക് വാങ്ങി നല്ലോണം പഠിച്ചിട്ട് എല്ലാരെക്കാളും മുന്നിലെത്തി ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ? അപ്പൊ ബോലു ഈസ് സ്റ്റാൻഡിങ് അറ്റ് നമ്പർ 1. 1 എന്നുള്ള നമ്പറിന്റെ അടുത്താണ് ബോലു നിൽക്കുന്നത്. സോ ഹി ഈസ് ഫസ്റ്റ് ഇൻ ദ ക്യൂ. ഇവരൊരു ക്യൂവിൽ നിൽക്കുക കേട്ടോ. ഈ ആനിമൽസ് ഒക്കെ, അതായത് ബോലു, ഗോലു, ചീക്കു, ഷേരു, ഹീര, ഈ 5 പേരും ഒരു ക്യൂവിൽ നിൽക്കുക. ഓക്കെ? അപ്പൊ ബോലു ഈസ് സ്റ്റാൻഡിങ് അറ്റ് നമ്പർ 1. ബോലു എന്ന് പറയുന്ന ആന, എലഫന്റ്, 1 എന്ന് പറയുന്ന നമ്പറിന്റെ അടുത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് he is first in the queue. ബോലു ആണ് ഫസ്റ്റ്. ഇനി ഗോലു. എന്താ റയാൻ? റയാൻ എന്താ പറയാനുള്ളത്? മിസ്സിനെ കാണുന്നില്ല. എന്നെ കാണാത്ത സങ്കടം കൊണ്ടാ മോനെ. ഇവിടുത്തെ വീഡിയോ ഓൺ ആവുന്നില്ല. കുറെ സമയം മിസ് നോക്കുന്നു. ക്യാമറ കംപ്ലൈന്റ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല, ഇവിടുത്തെ വീഡിയോ ഓൺ ആവുന്നേ ഇല്ല. മിസ് കുറെ സമയമായിട്ട് നോക്കിക്കൊണ്ടിരിക്കാം. ഇല്ലെങ്കിൽ ഐഫോനെ ചൊടിച്ചു പോയാലോ? ഐഫോൻ എവിടെ? ഐഫോനെ ചൊടിക്കണ്ടെന്ന് വെച്ചിട്ട് കുറെ സമയം മിസ് ഇത് ഓൺ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതാ ഇവിടെ കാണിക്കുന്നുണ്ട്, സൂം ഈസ് അൺഎബിൾ ടു ഡിറ്റക്ട് എ ക്യാമറ. ക്യാമറ കണക്ട് ആയിട്ടില്ല ഇവിടെ, അതുകൊണ്ടാട്ടോ. ഓക്കെ. അപ്പൊ ഗോലു ഏത് നമ്പറിന്റെ അടുത്താ നിൽക്കുന്നത്? ഗോലു എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഗോട്ട്, ആട്. ഗോലു ഏത് നമ്പറിന്റെ അടുത്താ ഉള്ളത്? സെക്കൻഡ്. സോറി, 2 എഴുതിയ നമ്പറിന്റെ അടുത്ത് അല്ലേ? അതായത് ബോലുവിന്റെ തൊട്ട് പുറകിലാണ് ഗോലു നിൽക്കുന്നത് അല്ലേ? സോ ഹി ഈസ് സെക്കൻഡ് ഇൻ ദ ക്യൂ. ഗോലു ഈസ് സെക്കൻഡ് ഇൻ ദ ക്യൂ. ബോലു ഈസ് ഫസ്റ്റ് ഇൻ ദ ക്യൂ. എന്തുകൊണ്ടാ? ബോലു ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അത് തൊട്ട് പുറകിലാണ് ഗോലു നിൽക്കുന്നത്. സോ ഗോലു ഈസ് സെക്കൻഡ് ഇൻ ദ ക്യൂ. ഇനി ചീക്കു എന്ന് പറയുന്ന റാബിറ്റ് ഏത് നമ്പറിന്റെ അടുത്താ ഉള്ളത്? ചീക്കു എന്ന് പറയുന്ന റാബിറ്റ് ഏത് നമ്പറിന്റെ അടുത്താ? 3 എന്ന് പറയുന്ന നമ്പറിന്റെ അടുത്ത് അല്ലേ? സോ ഹി ഈസ് തേർഡ് ഇൻ ദ ക്യൂ. ഹി ഈസ് തേർഡ് ഇൻ ദ ക്യൂ. എന്താ പറയാ? മൂന്നാമത് നിൽക്കുന്നവളെ നമ്മൾ എന്ത് പറയും? മൂന്നാമത് നിൽക്കുന്നവരെ എന്ത് പറയും? മിസ്സിന്റെ കൂടെ പറഞ്ഞേ, എന്ത് പറയും? തേർഡ് ഇൻ ദ ക്യൂ. സോറി, തേർഡ് എന്ന് പറയും, തേർഡ് പൊസിഷൻ എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് ഷേരു, നമ്മുടെ നായ്ക്കുട്ടി, പുള്ളിയിലെ നായ്ക്കുട്ടി. ഏത് നമ്പറിന്റെ അടുത്താ നിൽക്കുന്നത്? ഷേരു is standing at number 4. ഷേരു is standing at number 4. 4 എന്നുള്ള നമ്പറിന്റെ അടുത്താണ് ഷേരു നിൽക്കുന്നത്. So we can say he is at 4th position or he is 4th in the queue. നാലാമതായിട്ടാണ് ഷേരു നിൽക്കുന്നത്. ആ നാലാമത് എന്നുള്ള വാക്കിന് നമ്മൾ എന്താ പറയാ? ഫോർത്ത്. FOURTH. നമുക്ക് സ്പെല്ലിംഗ് പഠിക്കാം കേട്ടോ. ഇതിനൊക്കെ സ്പെല്ലിംഗ് പഠിക്കാം. നെക്സ്റ്റ് ഹീര. ഹീര എത്രാമതാ നിൽക്കുന്നേ? ഏത് നമ്പറിന്റെ അടുത്താ നിൽക്കുന്നേ? 5ാമത് അല്ലേ? 5ാമതാണ് ഹീര നിൽക്കുന്നത്. 5ാമത് നിൽക്കുന്നു എന്നുള്ളതിന് എന്താ പറയാ? അവിടെ നമുക്ക് എഴുതാൻ വേണ്ടി അവിടെ സ്ഥലം ഒഴിച്ചു വിട്ടിട്ടുണ്ട്. ഒരു ലൈൻ കണ്ടോ അവിടെ? Who is standing 5th in the queue? ആരാ 5ാമത് നിൽക്കുന്ന ക്യൂവില്? 5ാമത് നിൽക്കുന്ന ആളുടെ പേരൊന്ന് അവിടെ എഴുതി വെച്ചേ. എന്താ നമ്മുടെ ഹോഴ്സിന്റെ പേരെന്താ? 5ാമത് നിൽക്കുന്ന ഹോഴ്സിന്റെ പേരെന്താ? ഹിര. HIRA. അതൊന്ന് അവിടെ എഴുതി വെച്ചേ ടെക്സ്റ്റിൽ എല്ലാരും. Who is standing 5th in the queue?
അഞ്ചാമത് ആരാ നിൽക്കുന്നേ? ഹിറ. HIRA, ഹിറ. Okay then. Here the numbers 1, 2, 3, 4 and 5 answer the question how many. എത്ര എണ്ണം? How many എന്ന് വെച്ചാൽ എന്താ? HOWMANY. How many? എത്ര എണ്ണം? How many എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എത്ര എണ്ണം എന്ന് ആൻസർ പറയാൻ പറ്റും. For example, how many members are there in your home? എന്താ ക്വസ്റ്റ്യൻ? How many members are there in your home? നിങ്ങളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? എത്ര ആൾക്കാരുണ്ട്? You can say there are 4 members or there are 5 members or there are 3 members. ഇപ്പൊ നമുക്ക് എങ്ങനെ ആൻസർ പറയാം? 3, 4, 5 നമ്പേഴ്സ് ആയിട്ട് ആൻസർ പറയാം അല്ലേ? How many എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്പേഴ്സ് ആയിട്ട് ആൻസർ പറയാം. ഒന്നും കൂടി ചോദിക്കാം. How many fingers are there in your hand? How many fingers are there in your hand? We can say 10 fingers അല്ലേ? 10 fingers ഉണ്ടെന്ന് പറയാൻ പറ്റും. So, how many എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാല് ആൻസർ പറയാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയും? കാർഡിനൽ നമ്പേഴ്സ്. നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ കാർഡിനൽ നമ്പേഴ്സ്. എന്താ സ്പെല്ലിംഗ് കാർഡിനൽ? ആരാ കാർഡിനലിന്റെ സ്പെല്ലിംഗ് പറഞ്ഞിരുന്നേ? മുത്താസിം, കാർഡിനലിന്റെ സ്പെല്ലിംഗ് പറഞ്ഞേ മിസ്സിന്. നോക്കി പറയണ്ട, ബുക്കൊക്കെ അടച്ചു വെച്ചോ, നോക്കാതെ പറ. CARD കാർഡിനൽ. ശരിക്കും പഠിച്ചിട്ടില്ല അല്ലേ? മുംതാസിന് മടിയുണ്ടോ പഠിക്കാൻ? ഉണ്ടോ? ഉണ്ടെന്നോ? ആദ്യം പറഞ്ഞത് ഞാൻ എടുക്കും. ആദ്യം ഉണ്ടെന്നാ പറഞ്ഞ, അപ്പൊ മടിയുണ്ട്. ഓക്കെ, അപ്പൊ കാർഡിനലിന്റെ സ്പെല്ലിംഗ് എന്താ? CARDINAL. അപ്പൊ എന്താ കാർഡിനൽ നമ്പേഴ്സ്? എന്താ കാർഡിനൽ നമ്പേഴ്സ്? ഹൗ മെനി എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ പറയാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then what are ordinal numbers? എന്താ ഓർഡിനൽ നമ്പേഴ്സ്? ആരാ ഓർഡിനലിന്റെ സ്പെല്ലിംഗ് വെച്ചിട്ട് പറഞ്ഞിരുന്നേ? അലൻ ജോസഫ്. ഓർഡിനൽ എന്നുള്ള സ്പെല്ലിംഗ് ഒന്നും നോക്കാതെ മിസ്സിന്റെ ക്യാമറയിൽ നോക്കിയിട്ട് ഫോണിലേക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഓർഡിനൽ. ഓക്കെ മതി. വെരി ഗുഡ്. ഓർഡിനൽ നമ്പേഴ്സ്. അപ്പൊ എന്താ ഓർഡിനൽ നമ്പേഴ്സ് എന്ന് വെച്ചാല്? നമ്മളിപ്പോ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഗോലു ഈസ് ഫസ്റ്റ് ഇൻ ദ ക്യൂ, ഗോലു ഈസ് സെക്കൻഡ് ഇൻ ദ ക്യൂ, ചീക്കു ഈസ് തേർഡ് ഇൻ ദ ക്യൂ. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗോലു ആണ് ക്യൂവിൽ ആദ്യം നിൽക്കുന്നത്, ഒന്നാമത് നിൽക്കുന്നത്. ഗോലു ആണ് ക്യൂവിൽ രണ്ടാമത് നിൽക്കുന്നത്. ചീക്കു ആണ് ക്യൂവിൽ മൂന്നാമത് നിൽക്കുന്നത്. ഓക്കെ, ഷേരുവാണ് ക്യൂവിൽ നാലാമത് നിൽക്കുന്നത്. ഹിരയാണ് ക്യൂവിൽ അഞ്ചാമത് നിൽക്കുന്നത്. അപ്പൊ ഈ ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത് എന്നൊക്കെ പറയാൻ നമ്മൾ കുറച്ച് വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്. ദീസ് ആർ കോൾഡ് ഓർഡിനൽ നമ്പേഴ്സ്. അതായത് ഓർഡറിനെ പറയാൻ വേണ്ടി, എത്രാമതാണ് നിൽക്കുന്നത് എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഓർഡിനൽ നമ്പേഴ്സ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാം അല്ലേ? I am അല്ലെങ്കിൽ ആരാ ക്ലാസ്സിൽ ഫസ്റ്റ്?
നിങ്ങളുടെ പേര് വേണ്ട, വേറെ ആരെങ്കിലും പറയാം. ഇപ്പൊ ഒരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? അഞ്ജു. നിങ്ങളുടെ ക്ലാസ്സിൽ അഞ്ജു എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അഞ്ജു ഈസ് ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. അഞ്ജു ഈസ് ഫസ്റ്റ് ഇൻ ദ ക്ലാസ്. എന്താ അതുകൊണ്ട് അർത്ഥം പറയുന്നത്? അഞ്ജു ആണ് ക്ലാസ്സിൽ ഒന്നാമത്. അതായത് മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അഞ്ജുവിനാണ്. അഞ്ജു ആണ് ക്ലാസ്സിൽ ഒന്നാമത്. ഏണേ വേറെ ഏതെങ്കിലും ഒരു കുട്ടി, കണ്ണൻ. ഇതിൽ ആർക്കെങ്കിലും കണ്ണന്റെ പേരുണ്ടോ? വീട്ടിലാരെങ്കിലും കണ്ണാന്ന് വിളിക്കുന്നുണ്ടോ? ഓക്കെ, വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ, അത് മിസ്സിന് അറിയണല്ലോ. കണ്ണൻ എന്ന് പറയുന്ന ഒരു കുട്ടി നിങ്ങളുടെ ക്ലാസ്സിലുണ്ടോ എന്ന് വിചാരിച്ചോ? കണ്ണൻ ഈസ് സെക്കൻഡ് ഇൻ ദ ക്ലാസ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? കണ്ണനാണ് ക്ലാസ്സിൽ രണ്ടാമത്. അതായത് എക്സാം ഒക്കെ നടത്തിയിട്ട് നിങ്ങൾക്ക് മാർക്കൊക്കെ പറഞ്ഞു തരുന്ന സമയത്ത് കണ്ണനാണ് രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഓരോ സാധനത്തിന്റെയും ഓരോരാളുടെയും പൊസിഷൻ, നിൽക്കുന്ന പൊസിഷനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ് ഓർഡിനൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് 10 വരെയുള്ള ഓർഡിനൽ നമ്പേഴ്സ് നമുക്ക് പഠിക്കണം. 10 വരെയുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത്, നയൻത്ത്, 10th. അപ്പൊ നമുക്ക് അതൊന്ന് എഴുതി വെച്ചാലോ? എഴുതി വെച്ചാലോ? ഓക്കെ, എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ. ഓക്കെ, അപ്പോ 1 പറയുന്ന നമ്പറിന്റെ അടുത്ത് നിൽക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? FIRST. മിസ്സിന്റെ കൂടെ തന്നെ എഴുതിക്കും. ഫസ്റ്റ് എന്താ വായിക്ക? 1 പറയുന്ന നമ്പറിന്റെ അടുത്ത് നിൽക്കുന്നതിന്, അതായത് ഒന്നാമത് നിൽക്കുന്നതിനെ, നമ്മള് ഒന്നാമത്തെ പൊസിഷനെ നമ്മൾ എന്ത് പറയും? ഫസ്റ്റ് എന്ന് പറയും. എന്താ സ്പെല്ലിംഗ്? FIRST. എന്താ സ്പെല്ലിംഗ്? പറഞ്ഞുകൊണ്ട് എഴുതണേ. സ്പെല്ലിംഗ് പറഞ്ഞുകൊണ്ട് എഴുതണേ. FIRST. എഴുതിയോ? ഇനി രണ്ടാമത്തെ നമ്പറിന്റെ അടുത്ത്, അതായത് രണ്ടാമത് നിൽക്കുന്നവരെ, രണ്ടാമത് നിൽക്കുന്നു എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? എന്താ പറയാ? രണ്ടാമത് നിൽക്കുന്നതിന് നമ്മൾ എന്താ പറയാ? സെക്കൻഡ്. മിസ്സിന്റെ കൂടെ തന്നെ സ്പെല്ലിംഗ് പറഞ്ഞുകൊണ്ട് എഴുതണേ. SECOND. SACOND. ഓക്കെ, എഴുതിയോ? SECOND. സെക്കൻഡ്. ഇനി മൂന്നാമത് നിൽക്കുന്നവരെ നമ്മൾ എന്ത് പറയും? തേർഡ്. THIRD. THIRD. തേർഡ്. ഓക്കെ, ഇനി നാലാമത് നിൽക്കുന്നവരെ എന്ത് പറയും? ഏത് പൊസിഷനിലാന്ന് പറയും? നാലാമത് നിൽക്കുന്നവരെ എന്ത് പറയും?
fourth. F O U R T H. F O U R T H. ഓക്കെ, നാലാമത് നിൽക്കുന്നവരെ എന്ത് പറയാം? F O U R T H. ഇനി അഞ്ചാമത് നിൽക്കുന്നവരെയോ ഏത് പൊസിഷനിലാന്ന് പറയും? Fifth position. That is F I F T H. F I F T H. Fifth position. Fifth position. ഇനി ആറാമത് നിൽക്കുന്നവരെന്ത് പറയും? ഏത് പൊസിഷനിലാന്ന് പറയും ആറാമത് നിൽക്കുന്ന ഒരാളെ? Sixth. S I X T H. S I X T H. ഇനി ഏഴാമത് നിൽക്കുന്ന ഒരാൾ എന്ത് പറയും? ഏത് പൊസിഷനിലാന്ന് പറയും? 7 എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? 7 അല്ലേ? 7th. 7ന്റെ കൂടെ ഒരു TH കൂടി കൂട്ടിയാൽ മതി. S E V E N T H. 7 എന്നുള്ളതിന്റെ കൂടെ ഒരു TH കൂടി കൂട്ടിയാൽ മതി. ഓക്കെ, സെവൻത്. ഇനി എട്ടാമത് നിൽക്കുന്ന ഒരാളാണെങ്കിലോ? എട്ടാമത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ 8th. എന്ത് പറയോ? എന്ത് പറയോ? 8. E I G H T H. 8. E I G H T H. ഇനി ഒമ്പതാമത് നിൽക്കുന്ന ഒരാളാണെങ്കിലോ? ഒമ്പതാമത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ 9th. N I N E T H. 9th. ലാസ്റ്റ് നമുക്ക് 10ാമത് വരെ പഠിക്കാനുള്ളൂ. 10ാമതാണെങ്കിൽ TEN TH. 10. TEN TH. എല്ലാരും എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞല്ലേ? അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് എന്താണെന്നറിയോ? ഈ വേർഡ്സ് മുഴുവൻ 5 തവണ എഴുതി സ്പെല്ലിംഗ് പഠിക്കാം. ഓക്കെ, ഈ വേർഡ്സ് മുഴുവൻ എഴുതിയിട്ട് സ്പെല്ലിംഗ് പഠിക്കാം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, 8th, 9th, 10th. 10 വരെയുള്ള പൊസിഷന്റെ സ്പെല്ലിംഗ് പഠിക്കാം. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സും കൊണ്ട് നമുക്ക് ഈ ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാരും ഇതിന്റെ സ്പെല്ലിംഗ് പഠിക്കൂലേ? എന്താ ഇഫുന? സ്പെല്ലിംഗ് പഠിക്കുന്നതിന് അടുത്ത ക്ലാസ്സിലേക്ക് ഇത് ഡിക്റ്റേഷൻ ഇടാ.
അതൊരു നല്ല ഐഡിയ ആണല്ലോ. എന്നാ അടുത്ത ക്ലാസ്സിലെ ഡിക്റ്റേഷൻ ഇട്ടാലോ? ഓർഡിനൽ നമ്പേഴ്സിന്റെ. മാത്സിന്റെ ക്ലാസ്സിൽ ഒറ്റ ഡിക്റ്റേഷൻ പോലും മിസ് ഇട്ടില്ല. ശരി എന്നല്ലേ, മിസ് ഇതുവരെ ഡിക്റ്റേഷൻ ഇട്ടിട്ടല്ല. എന്നാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു ഡിക്റ്റേഷൻ ആവാം. ഓർഡിനൽ നമ്പേഴ്സിന്റെ ഡിക്റ്റേഷൻ. ഓക്കെ, അപ്പൊ എല്ലാരും നല്ല വൃത്തിയായിട്ട് പഠിക്കണേ. ശനിയാഴ്ചയല്ലേ അടുത്ത ക്ലാസ്, അപ്പോഴത്തേക്ക് ഒരുപാട് സമയമുണ്ട്. 10 എണ്ണം സ്പെല്ലിംഗ് നീറ്റായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതാ ഒന്നും കൂടി കാണിച്ചു തരാം മിസ്. പെട്ടെന്നൊന്ന് എഴുതിയെടുത്തോ. നിങ്ങളുടെ ക്ലാസ് ടൈം തീരാറായി, ഇപ്പൊ കട്ട് ആവുവേ. അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, ഇതെല്ലാരും പെട്ടെന്നൊന്ന് എഴുതിയെടുത്തേ. കംപ്ലീറ്റ് ആക്കാനുള്ളവരൊക്കെ കംപ്ലീറ്റ് ആക്കിയേ.